ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള പച്ചക്കറിയാണ് ബീട്രൂട്ട്. വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി കഴിക്കുന്നതിനായി പല ആരോഗ്യ വിദഗ്ധരും ദിവസവും ബീട്രൂട്ട് കഴിക്കാൻ പറയുന്നുണ്ട്. ബീട്രൂട്ടിൻ്റെ നിറം തന്നെ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ബീട്രൂട്ട് തോരനായും മെഴുക്കുവരട്ടിയായും തയ്യാറാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മലബാറിലെ പ്രസിദ്ധമായ ബീട്രൂട്ട് അച്ചാറാണ്. പ്രത്യേകിച്ചും ഇത് ബിരിയാണിക്ക് സൈഡ് ഡിഷ് ആയിട്ടാണ് വിളമ്പാറ്. ബീട്രൂട്ട് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി കഷ്ണം മാത്രമാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായി ചെത്തിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ബീട്രൂട്ട് നന്നായി കഴുകിയിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായി കഴുകിയെടുത്ത് 5 മിനിറ്റ് നേരം വെള്ളത്തിൽ പൊതിർക്കാൻ വെക്കാം. ഈ സമയം നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ബീട്രൂട്ട് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടിയാണ്. നമ്മളിവിടെ ഈന്തപ്പഴമൊന്നും ചേർക്കുന്നില്ല. സാധാരണ എല്ലാവരും ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈന്തപ്പഴമാണ് ചേർക്കാറുള്ളത്. ഇവിടെ ഈന്തപ്പഴം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അല്പം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അധിക സമയമൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 സെക്കൻഡ് അരച്ചാൽ മതി. ഇനി നമുക്ക് പൊതിർക്കാൻ വെച്ച പുളിവെള്ളം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായ മുളക് പൊടി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഉലുവയും കായവും കൂടി ചേർത്ത് പൊടിച്ച പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതിൻ്റെ പച്ചച്ചുവ മാറാൻ വേണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അധിക സമയമൊന്നും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 സെക്കൻഡ് മതി. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. പുളിവെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. സാധാരണ എല്ലാവരും അച്ചാർ ഉണ്ടാക്കുമ്പോൾ വിനാഗിരിയാണ് ചേർക്കാറുള്ളത്. ഞാനിവിടെ വിനാഗിരിക്ക് പകരം പുളിയാണ് ചെയ്തിട്ടുള്ളത്. അച്ചാറുകളിൽ വിനാഗിരി ഉപയോഗിക്കുന്നത് നല്ല പുളിക്ക് വേണ്ടിയിട്ടും കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനും വേണ്ടിയാണ്. നിങ്ങൾ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അച്ചാർ അധിക കാലമൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മസാലയും പുളിവെള്ളമൊക്കെ ചേർന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് അരച്ച് വെച്ച മിക്സ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്കിത് അല്പസമയം മാറ്റി വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഈ അച്ചാറിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നതേയില്ല. മലബാർ സൈഡിലുള്ളവരൊക്കെ ബിരിയാണിയുടെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് ഇത് വിളമ്പാറുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.